കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടുകൂടാ കുഞ്ഞുങ്ങൾ എന്നിവർ ഈ മാജിക്ക് കണ്ട കണ്ണുറപ്പിക്കേണ്ടതാണ്. അവതാരകനാണ്, ഞാൻ രജീഷനുമാണ്. ശരി, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവാനൂർ ഗ്രാമപഞ്ചായത്തിൽ 21ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതികളിലെ മാജിക്കിന് ഇപ്പൊ കലാസികൾക്ക് പോലും പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ടീമാണ് ഈ കുടുംബശ്രീ. കേരളത്തിൽ തുടങ്ങി 25 വർഷമായി. തൊഴിലുറപ്പിൽ എന്താ കുറവ്? അതിനൊന്നും കുറവില്ല. കല്ലിൽ മാജിക്കും നല്ല കുറവുണ്ട്. അതൊന്നും നോക്കാം. അതെ, ഈ എല്ലാവരും പേടിയാവുന്നത് ഇതൊന്നും ഇനി മാത്തുക്കുട്ടി നീ അസൂയാലുമാണ്. അതുകൊണ്ട് തന്നെ മാത്തുക്കുട്ടിയുടെ സഹായമില്ലാതെ തന്നെ ഞാൻ മാജിക്കുമായിട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം കലാപ്രസവമൊന്നുമല്ല, ആദ്യം കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു മാജിക്കാണ്. കുട്ടികൾ റെഡിയാണോ? അതെന്താണെന്ന് വെച്ചാൽ മാജിക്ക് ചെറിയ കുട്ടികൾക്കുള്ളതാണ്. 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ. വേണ്ടിയിട്ടാണ് മാജിക് എന്നാ പറഞ്ഞത്. കുട്ടികൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ മാത്തുക്കുട്ടിക്ക് പേടിയോ? അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാജിക്. 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള മാജിക്. സുഹൃത്തുക്കളെ, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? കുട്ടികളെ, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പേര് അക്ഷയപാത്രം എന്നാണ്. അക്ഷയപാത്രം ആരുടേതാണെന്നറിയാം? അക്ഷയകുമാർ. അക്ഷയപാത്രം ആരുടേതാണെന്നറിയാം? അക്ഷയുടെ പാത്രമല്ല, അക്ഷയപാത്രം പാഞ്ചാലികളുള്ളതാണ്. പാഞ്ചാലി അറിയോ? പാഞ്ചാലി ആരാണ്? പൂജാരി അറിയാം, പാഞ്ചാലി അറിയില്ല. ഈ പാഞ്ചാലി കഴിച്ചു കഴിഞ്ഞാൽ അക്ഷയപാത്രത്തിനൊന്നും വരില്ല. അതുകൊണ്ട് പാഞ്ചാലി കഴിക്കുന്നതിന് മുമ്പ് എടുക്കുന്നതോടി അക്ഷയപാത്രമാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ. ഇതിന്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടിയോ? ഞാൻ വിചാരിച്ചത് ഈ ഭക്ഷണം കാണുമ്പോഴത്തേക്ക് ഏറ്റവും മാത്രമുള്ള മനുഷ്യൻ ഈ കോഴിക്കോട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്താണെന്ന്. 2 കിട്ടിയവർ ബാക്കിയുള്ളവർക്ക് ഒരെണ്ണം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് കിട്ടാത്തവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാജിക്കായിരുന്നു. അടുത്ത മാജിക്ക് പിന്നെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള മാജിക്. നിങ്ങൾ സ്ലോ മോഷനിൽ മാജിക് കണ്ടിട്ടുണ്ടോ? സ്ലോ മോഷന്റെ മാജിക്
കണ്ടിട്ടുണ്ടോ? മാജിക് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവാൻ വഴിയില്ല. കാരണം സ്ലോ മോഷനിൽ മാജിക് ചെയ്യുന്ന ഇന്ത്യയിലെ അന്നല്ല ലോകത്തിലെ തന്നെ ഒരേ ഒരു ഒരു മ്യൂസിക് ആരെങ്കിലും ചെറിയ മ്യൂസിക് മാജിക് ചെയ്യാൻ വേണ്ടി ചെറിയ മ്യൂസിക് ആരെങ്കിലും മ്യൂസിക് ചെയ്യാൻ ചെറിയ മ്യൂസിക് ഉണ്ടോ? മ്യൂസിക് ചെയ്യാൻ ഒരു മ്യൂസിക് പറ്റുമോ? സ്ലോ മോഷനിലായിരിക്കും. സ്ലോ മോഷൻ മ്യൂസിക്കിനാണ് സ്ലോ മോഷൻ കൈയടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കൈയടിച്ചു. ഒരു കാര്യം കൂടെ പറയാം, ഒരു ചെവി കേൾക്കാൻ പാടില്ലാത്ത മജീഷ്യനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇരട്ടി ഒച്ചയിൽ കൈയടിച്ചാലേ എനിക്ക് ഒരു ചെവി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാൻ പറ്റും. കല്യാണം കഴിഞ്ഞ സ്ഥിതിയിൽ മൈക്ക് പറയുന്നു, എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയില്ല. ഇവന്റെ ഗേൾ ഫ്രണ്ട്സിന്റെ കഥ കേൾക്കണം. എന്നാ പ്രായത്തിന്റെ കഥ അവർക്ക് ഓക്കെ അല്ലേ? അതാ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള മാജിക് ആയിരുന്നു. ഇനി അടുത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മാജിക്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മാജിക്കാണ് ഈ പാല്. ഇതെന്താ ചോദിച്ചാൽ കുറച്ച് ഇങ്ങോട്ട് മാറിക്കും. നിങ്ങൾ ഇത് കാണാൻ പറ്റുന്നല്ലോ. മാല ഇത് കണ്ടോ? ഒരു ഗ്ലാസ് ബോളാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ കണ്ടത്? ഓക്കെ, പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ 10 മാലയുണ്ട്, ഒരു മോളുണ്ട്. ഇതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടിലെ വൈഫും ഒരു മോളും. അപ്പൊ ഈ 2 പേരുടെ ഒരു പ്രശ്നം, ഞാൻ നിരന്തരമായിട്ട് കുറെ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, ഏതെങ്കിലും പുതിയ തരത്തിലുള്ള മാല ഇറങ്ങിക്കഴിഞ്ഞാൽ, മാർക്കറ്റിൽ പുതിയ തരത്തിലുള്ള മാല ഇറങ്ങിക്കഴിഞ്ഞാൽ പഴയ മാല പോകും. അത് ലൈറ്റിംഗ് ഇറങ്ങുന്ന സമയത്ത് 12 കൊടുക്കും, 14 ഇറങ്ങുന്ന സമയത്ത് 13 കൊടുക്കും. അതേമാതിരി എന്റെ വീട്ടിൽ പുതിയ മോഡൽ മാല നെക്ലസ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പഴയ മോഡൽ എങ്ങനെയോ കൊടുക്കും. ഇത് പൊട്ടിയാലും ശരിയാക്കാനുള്ള സൂത്രവിദ്യ കണ്ടുപിടിച്ചു. ഇപ്പൊ എന്റെ വീട്ടിൽ കുടുംബം സമാധാനമായിട്ട് കഴിയും. അതൊന്നും സാമ്പത്തിക പ്രതിസന്ധിയൊന്നുമില്ല. കാരണം മാല പൊട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസ മൈക്കൽ കുറിച്ച് എല്ലാം നിലവിൽ വേറെ മാലയുണ്ടോ? കണ്ടോ? ഇത് പൊട്ടിക്കാൻ പോകുന്നത് പൊട്ടിയോ? എന്നിട്ട് ഞാൻ മുത്തുകൾ ഇതിനുള്ളിലേക്ക് ഇടാൻ പോകും. ഈ മുത്തെല്ലാം അതിനുള്ളിലേക്ക് ഇട്ടു. അതിന്റെ രൂപ ഞാൻ ഉള്ളിൽ ഇട്ടു. ഇതിപ്പോ എത്ര പീസായി? ഇപ്പൊ എത്ര പീസായി? നീ മിണ്ടരുത്. ഇപ്പൊ എത്ര പീസായി? 6 ആരാ വിളിച്ചേ?
8. ഇപ്പൊ എത്ര പീസായി? 16. എത്ര പീസായി? ഇനി എങ്ങനെ ഒരു മാല മുറിച്ച് കളഞ്ഞാലും നാലിന്റെ മാത്രമുണ്ട്. അങ്ങനല്ല, എന്നെ കൂടെ തെറ്റിക്കല്ലേ. ബസൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും കൈകരിക്കാൻ മറന്നു കേട്ടോ. അടുത്ത ഈ മാച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ വീടൊരു ഗ്രാമപ്രദേശത്താണ്. അവർക്ക് പാലം കിട്ടില്ല. മലനാടിന്റെ പാലം വരുന്നപോലെ ഇവിടെ മീമയൊക്കെ പോലെ എന്റെ വീട്ടിൽ കവറിന് പാലം കിട്ടില്ലായിരുന്നു. ബാബുവായിട്ട് സൈക്കിൾ വെച്ച് കിട്ടുന്നത് ഈ പാലം. അപ്പൊ ഓക്കെ, നന്ദിനി പാലും ഭീമ പാലും കിട്ടാത്തൊരു കാലഘട്ടത്തിലാണ് സുഹൃത്തുക്കളെ ഞാൻ ജനിച്ചത്. പിന്നെ ബാബുവായിട്ട് സൈക്കിൾ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാല് ഈ പിന്നെ ചില ദിവസം മഴ സമയത്ത് റോഡിൽ വന്ന് പത്രം പാല് പഠിക്കേണ്ട ഡ്യൂട്ടി ആയിരിക്കണം. ചില ദിവസം മഴയുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ അറിയാതെ തന്നെ ഉറങ്ങി പോകില്ല. അപ്പൊ നമ്മൾ ഉറക്കത്തിൽ തോന്നിയിട്ടില്ല. നല്ല മഴയുണ്ട്, നല്ല തണുപ്പായി ജനലൊക്കെ തുറന്ന് അമ്മ പോയി പാല് മേടിച്ചോണ്ടാണ് അലറി. ആ സമയത്ത് ഉറക്കം വെച്ച് കാലിന്റെ പാത്രം എടുക്കാൻ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അന്ന് വന്ന പത്രം 4 മടക്കി അതിനുള്ളിൽ പാല് വെച്ച് അമ്മയ്ക്ക് കൊടുക്കുവായിരുന്നു. ഞാൻ ഓരോ നാട്ടിന്റെ ഇൻട്രോ പറയുമ്പോൾ ഞാൻ തള്ളാണെന്ന് പറയും. ചന്ദ്രത്തിൽ കാണിക്കുമ്പോൾ കോഴിക്കോട് ഞാൻ മൈക്കൊന്ന് പിടിക്കും, മൈക്ക് സ്റ്റാൻഡ് പിടിക്കും, കാണിച്ചു തരാം. മാത്രം പത്രമാണ് എടുത്തേക്കുന്നത്. മാത്രമല്ല ഈ പത്രം ഇത്രയും പത്രമാണ്. കണ്ടോ, ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെ ഉണ്ട് കണ്ടോ. ഗൾഫിലൊക്കെ പോകുമ്പോഴത്തേക്ക് മാധ്യമത്തിലൊക്കെ ഇങ്ങനെയാണ് വരിക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ ഷീറ്റ്, മൂന്നാമത്തെ ഷീറ്റ്, നാലാമത്തെ ഷീറ്റ്, ഇങ്ങനെ 4 ഷീറ്റുള്ളൊരു പത്രം നമ്മൾ എടുക്കും. എന്നിട്ട് അതിനുള്ളിലേക്കാണ് നമ്മൾ പാൽ ഒഴിക്കാൻ പോകുന്നത്. ഇതാണ് പാൽ ഒഴിക്കാൻ പോവാ. ശരിക്കുള്ള പാലോ. ആ പാല് മുഴുവൻ ഞാൻ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഒഴിക്കാൻ പോകും. അത് ഇല്ല, ഇതൊക്കെ തന്നെയാണ് പാല് കൊണ്ടുവരുന്ന ബാബുവേട്ടെന്ന് പറയുന്നത്. മൂപ്പർ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് പറയും ചരിച്ചു പിടിക്കുക, ഞാൻ ചരിച്ചു പിടിക്കും. ചരിച്ചു പിടിച്ചാലൊന്നും പോവില്ല, വേണമെങ്കിൽ വിട്ട് കാണിച്ചേരാ. പോവോ? പോയില്ല. ഇത് തുറന്ന് കാണിക്കണം. നോക്ക്, ഒന്നാമത്തെ ഷീറ്റ്, രണ്ടാമത്തെ ഷീറ്റ്, മൂന്നാമത്തെ ഷീറ്റ്, നാലാമത്തെ ഷീറ്റ്. ഈ പാല് കൊണ്ടുവരുന്ന ബാബുവേട്ടൻ അളിയണം. ഇയാൾ ഇതേ മാതിരിയാണ് ചോദിക്കുന്നത്. പ്ലാസ്റ്റിക് കവറോ ബലൂൺ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് തിരിച്ചു പിടിച്ചാല് തിരിച്ചു പിടിച്ച് കാണിക്കുന്നത്. ഞാൻ ധൈര്യമായിട്ട് തിരിച്ചു പിടിച്ച് കാണിക്കാം. അങ്ങനെയല്ല, എങ്ങനെ മാധ്യമ തല ഇങ്ങനെ 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 ഇങ്ങനെ. നോക്ക് നോക്ക് മക്കളെ, 1, 2, 3, 4.
മോളെ ഞാൻ എന്താ പറഞ്ഞത്, എനിക്ക് അമ്മയ്ക്ക് പാല് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്, അച്ഛന് ചായ ഇട്ട് കൊടുക്കണ്ടേ? ഞാൻ അമ്മയ്ക്ക് കൊടുത്തോളാം. അമ്മയ്ക്ക് കൊടുക്കണ അങ്ങനെ മാജിക്കിൽ പറഞ്ഞു പാല് നമ്മൾ അപ്രത്യക്ഷമാക്കി കഴിഞ്ഞാൽ പാല് തിരിച്ചു കൊടുക്കണം. പ്രാവിന് അപ്രത്യക്ഷമാകുന്നു, പ്രാവ് തിരിച്ചു വരുന്നു. വയലിന് അപ്രത്യക്ഷമാകുന്നു, വയൽ തിരിച്ചു വരുന്നു. ഒന്ന് രണ്ട് താത്താൻ അവിടെ നിന്ന് പാലോടെ എനിക്ക് ആവേശം, അല്ലെങ്കിൽ ആയിരിക്കും പൊട്ടിയുള്ള കാര്യങ്ങളുടെ കൂടെയല്ലേ പരിപാടി. അത് കാര്യം ഒരു സെക്കൻഡ്, നീ ഒന്ന് പാല് കിടന്നോട് നിലവിളിച്ചേ. അങ്ങനെ ഇടാ, കുറച്ചുകൂടി ഉറക്കെ ഉറക്കെ. എനിക്ക് പാല് വേണം. കറിയെ കുറിച്ച് പാലിനോട് പറയാറുണ്ടല്ലോ. അപ്പൊ ആ ചെക്കൻ കറിയല്ലേ പാല്. ഒരു സെക്കൻഡ്, നീ വന്നേ, നിങ്ങൾ കയറി വന്നേ, കയറി വേണം. എല്ലാവരും പാല് വേണം, പാല് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പാല് വേണ്ടേ? പാല് വേണം. കൈലാസിനെ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ അത് പാലാണ് നമുക്ക് ഉറപ്പുള്ള ആളുകൾ. ഞാൻ ഡൽഹിയിലേക്ക് അത് പറയുന്ന പോലെ പറയും. പിന്നെ അത് പറയും എങ്ങനെ? ബമ്പം ബസൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പാല് മതി, മൊത്തം പാല്. ഈ പടം തെഞ്ചിനി കൈലാസ് പറയുന്നത് നോക്ക് മക്കളെ. ഒന്നാമത്തെ ഷീറ്റ്, രണ്ടാമത്തെ ഷീറ്റ്, മൂന്നാമത്തെ ഷീറ്റ്, നാലാമത്തെ ഷീറ്റ്. അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. കൈയടിച്ചോ. ഇനി മത്സരമാണ്. ഒരു മത്സരത്തിന് Your time starts now. വാശിയേറിയ പോരാട്ടം, കോഴിക്കോട് കാത്തിരിക്കുന്ന പോരാട്ടം. ഈ പോരാട്ടത്തിൽ 7 പുരുഷ കേസരിയാണ് വിജയിക്കാൻ കാത്തിരുന്ന് കാണാം. പൊട്ടട്ടെ. പൊട്ടിക്ക്. ഒന്നാം സ്ഥാനക്കാരൻ രണ്ടാം തവണയാണ് ഒന്നാം സ്ഥാനക്കാരൻ ഈ സമ്മാനം മേടിക്കുന്നത്. ഗംഭീര കൈ കൊടുക്കാം. രണ്ടാം സ്ഥാനക്കാരന്റെ പേരുള്ളത് ഷാനിൽ. ഷാനിലെല്ലാം ചേർന്ന് ഉഷാർ കൈ കൊടുക്കുക. അപ്പോ മാത്തുവിന്റെ മൈക്ക് പോയി. അതെ, നമ്മൾ വിട വാങ്ങുകയാണ് സുഹൃത്തുക്കളെ. വിട പറയുകയാണോ ചിരിയുടെ വെൺപ്രാവുകൾ. സത്യം പറഞ്ഞു ഞാൻ നമ്മൾ പരിപാടി വന്നിട്ട്
നമ്മൾ വീട്ടിലെ പരിപാടികളാണ് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നത്. നമുക്ക് ഇത് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്താണ് പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീൽ ആയിട്ടായിരുന്നില്ല. നമ്മൾ നമ്മുടെ കുടുംബത്തിലെ പരിപാടി ചെയ്തതിന് ഫീലായിരുന്നു. അതിന്റെ കാരണം നിങ്ങൾ ഓരോരുത്തരാണ്, ഓരോ സംശയമില്ല, അത്രയ്ക്ക് കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു. നമുക്ക് ഒരു സമയത്ത് ഒരു സ്റ്റേജ് ആണെന്നോ അല്ലെങ്കിൽ ഇവിടെ ഒരു പരിപാടി നടക്കുകയാണെന്നോ അങ്ങനെ ഒരു ഫീൽ ആയിട്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ പേരുടെ മുമ്പിൽ വെച്ച് നമ്മൾ പരിപാടി ചെയ്തത് ഫീൽ ആയിരുന്നു. അപ്പൊ അത് താങ്ക് യു.